ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത്? ഇത് എപ്പോൾ മുതൽ പ്രാബല്യത്തിൽ വരും? ആരതി, സ്വർണം കൈവശം വെക്കുന്നതിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദായ നികുതി നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് ഈ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രകാരം വിവാഹിതരായ സ്ത്രീകളുടെ കൈവശം 62.5 പവൻ, അതായത് 500 ഗ്രാം സ്വർണം മാത്രമേ നിയമപരമായി കൈവശം വെക്കാൻ കഴിയൂ. അതോടൊപ്പം തന്നെ അവിവാഹിതരായ സ്ത്രീകൾക്ക് 31.5 പവൻ, അതായത് 250 ഗ്രാം, പുരുഷന്മാരുടെ കൈവശം 12.5 പവൻ, അതായത് 100 ഗ്രാം, ഈ പരിധി സ്വർണം മാത്രമേ കൈവശം വെക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സ്വർണം വരികയാണെങ്കിൽ അത് ആദായ നികുതി റെയ്ഡിൽ പിടിച്ചെടുക്കാൻ അധികാരം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പൈതൃക സ്വത്തായി കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വർണത്തിന് പരിധിയില്ലെന്നും ഇപ്പോൾ ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പണം പിൻവലിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനും കേന്ദ്ര സർക്കാർ നോട്ട് പിൻവലിക്കൽ നടപടിയുടെ ഭാഗമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വർണം കൈവശം വെക്കുന്നതിനും അതുപോലെ തന്നെ നൽകുന്നതിനുമൊക്കെ ഇപ്പോൾ നിയന്ത്രണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അരുൺ, അധിക സ്വർണം കൈവശം വച്ചതായി കണ്ടുപിടിച്ചാൽ എന്തെല്ലാം നിയമ നടപടികളാണ് നേരിടേണ്ടി വരിക? ഈ പാരമ്പര്യ സ്വത്ത് എന്ന് തെളിയിച്ചാൽ ഈ നടപടികളിൽ നിന്ന് ഒഴിവാക്കി കിട്ടുമോ? ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് പൈതൃകമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വർണം പിടിച്ചെടുക്കുകയില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഏത് അളവിലാണെങ്കിൽ പോലും അത് പൈതൃക സ്വത്താണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അത് പിടിച്ചെടുക്കപ്പെടുകയില്ല. അതോടൊപ്പം തന്നെ പരസ്യപ്പെടുത്തിയിട്ടുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് വാങ്ങുന്ന സ്വർണ്ണങ്ങളും പിടിച്ചെടുക്കപ്പെടുകയില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം വരുന്ന സ്വർണ്ണങ്ങളുടെ പരിധിയാണ് നേരത്തെ പറഞ്ഞത്. അതായത് വിവാഹിതരായ സ്ത്രീകൾക്ക് 500 ഗ്രാമും വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്ക് 250 ഗ്രാമും പുരുഷന്മാർക്ക് 100 ഗ്രാമും മാത്രമേ കൈവശം വെക്കാൻ കഴിയൂ. അതിനുശേഷം വരുന്ന സ്വർണം ആദായ നികുതി റെയ്ഡിലൂടെ പിടിച്ചെടുക്കാൻ അധികാരമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പൈതൃകമായി ലഭിച്ച സ്വർണം പിടിച്ചെടുക്കില്ല. അതോടൊപ്പം തന്നെ പരസ്യപ്പെടുത്തിയ വരുമാനം ഉപയോഗിച്ച് വാങ്ങിയ സ്വർണവും പിടിച്ചെടുക്കുകയില്ലെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അരുൺ ശങ്കർ, ഡൽഹിയിൽ നിന്നും.